ഹലോ, എഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണോസ്. ഇത് നമ്മൾ ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളും തങ്ങളിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പാണ് നോക്കുന്നത്, കറണ്ട് സിറ്റുവേഷൻ. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് നിങ്ങളുടെ കാർഡ്, ഇത് തേർഡ് പാർട്ടി കാർഡ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഒരേ സമയത്ത് തോന്നുന്നതായിട്ടുള്ള ഫീലിങ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഞാൻ ഇത് ഷഫിൾ ചെയ്ത് എടുക്കട്ടെ. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി ഞാൻ എൻ്റെ കാർഡ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. ഹോളി സ്പിരിറ്റിനെ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ആദ്യം എടുക്കുന്നത് നിങ്ങളുടെ കാർഡാണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? ഓക്കെ, അടുത്തത് എടുത്തിരിക്കുന്നത് എൻ്റെ വ്യൂസിനോടുള്ള ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, അടുത്തത് ഹിഡൻ ഫീലിങ്സ്, നിങ്ങളോട് അവർ കാണിക്കാത്ത, അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു റീയൂണിയന് സാധ്യത അവർ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ, ഓക്കെ, നിയർ ഫ്യൂച്ചർ എന്തായിരിക്കും? നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നിയർ ഫ്യൂച്ചർ എന്തായിരിക്കും? ഓക്കെ, റീസെൻറ്റ് പ്രസൻറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന കാര്യം എന്താണ്? സോൾ മെസ്സേജ് എന്താണ്? ഓക്കെ, ഇതാണ് നിങ്ങളുടെ കാർഡ്സ്. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കൂടി എടുക്കട്ടെ. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള മെസ്സേജ് കൂടി. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഹിഡൻ ഫീലിങ്സ്, തേർഡ് പാർട്ടിയോട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണ്? റീയൂണിയൻ അവിടെ ആഗ്രഹിക്കുന്നു, തേർഡ് പാർട്ടിയുമായിട്ട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ? നിയർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കുന്നത്? റീസെൻറ്റ് പാസ്റ്റിൽ എന്താണ് സംഭവിച്ചത്? തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്, എന്താണ് സംഭവിച്ചത്? സോൾ കൊടുക്കുന്ന മെസ്സേജ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ സോൾ എന്ത് മെസ്സേജാണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്? ഓക്കെ, അപ്പം ഇതാണ് എടുത്തിരിക്കുന്ന കാർഡ്സ്. നമുക്ക് നോക്കാം. അഥവാ വീഡിയോ കൂടിപ്പോയി കഴിഞ്ഞാലും അന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, ആദ്യം നോക്കുന്നത് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോഴുള്ളത്? പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്, കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. രണ്ടുപേരും ഇവിടെ വാളും പിടിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. ആര് തോറ്റു തരും എന്ന് ഒരു ചിന്തയിൽ കൂടിയാണ് ഇവിടെ കടന്നു പോകുന്നത്. വാക്ക് തർക്കമായിരിക്കാം, അല്ലെങ്കിൽ ഈഗോ പ്രശ്നമായിരിക്കാം ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഈഗോ പ്രശ്നം ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, തോറ്റു തരാൻ തയ്യാറാകാത്ത ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, തേർഡ് പാർട്ടിയോട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ്? കറണ്ട് ഫീലിങ്സ് ഇപ്പോൾ അവിടെ നിങ്ങളോട് ഇപ്പോൾ ഈഗോ മൊത്തം കാണിക്കുന്നതും അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്നതും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ സ്നേഹവും സന്തോഷവും സ്റ്റാറൊക്കെ ആയിട്ടൊക്കെ കാണുന്നത് കൊണ്ടാണ്, അവർക്ക് കൂടുതലും അവിടെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളോട് അവർ ദേഷ്യം കാണിക്കുന്നതായിട്ട് ഇവിടെ എനർജി വരുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, അടുത്ത് ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസിൻ്റെയും ദ വേൾഡിൻ്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ബാലൻസ് നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അവർ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില തീപിടുത്തം ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു അഗ്നി ഇവിടെ കാണാൻ പറ്റും. തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ ഒരുപാട് കൂളായി നിൽക്കുമ്പോഴും നിന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരുപക്ഷെ നീ ആളിക്കത്തിയിരുന്നു എന്നൊരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് റിലേഷൻഷിപ്പിൽ ഒരു
ബ്രേക്കപ്പ് വന്നത്, അല്ലെങ്കിൽ ഒരു ഈഗോ പ്രശ്നം നമ്മളുടെ ഇടയിൽ വന്നതും അതുകൊണ്ട് തന്നെയാണ്. പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോഴും അത് ഒന്ന് ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് അവർ പറയുന്നു. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ കൂടുതൽ വഷളാക്കി എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് മിണ്ടുക, ഇടയ്ക്ക് മിണ്ടാതിരിക്കുക, ബ്ലോക്ക് ചെയ്ത് പോകുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ, ഒരു പരിവർത്തനം ഉണ്ടായില്ല. ഒരു മാറ്റത്തിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു. ഇവിടെ ബട്ടർഫ്ലൈയെ കാണുന്നു, ഒരു പരിവർത്തനത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു പരിവർത്തനം ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നതായി കാണാം. ഒരു ശാന്തി, സമാധാനം റിലേഷൻഷിപ്പിൽ ആഗ്രഹിച്ചിരുന്നു, അത് ലഭിച്ചിരുന്നില്ല എന്നുകൂടി ഇവിടെ തരുന്ന മെസ്സേജ് പറയുന്നു. ഒരു പരിവർത്തനം അവർ ഇതിൽ കണ്ടിട്ടില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടിയോട് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ബാലൻസ്, ഇവിടെയും ടെമ്പറൻസ് വന്നു, ഇവിടെ നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ടപ്പോൾ, ഇവിടെ ബാലൻസ് ഇല്ലായിരുന്നു എന്ന് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ തരുമ്പോൾ, ഈ ഒരു ബാലൻസ് കൊടുക്കാൻ ഇപ്പുറത്ത് തേർഡ് പാർട്ടി തയ്യാറായി. നിങ്ങളുടെ ഇടയിലുണ്ടായ ചെറിയ വഴക്ക്, കുറ്റങ്ങളൊക്കെ വന്ന സമയത്ത്, ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സ്നേഹബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വരുന്ന ചെറിയ പിണക്കങ്ങളെല്ലാം ഇവിടെ തേർഡ് പാർട്ടി കയ്യിലെടുത്തു. തേർഡ് പാർട്ടി അവിടെ ബാലൻസ് കൊണ്ടുവന്നു. നിങ്ങളുടെ പേഴ്സണ് സ്നേഹവും സമാധാനവും കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ തീ കത്തുമ്പോൾ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ തീ കത്തുന്ന സമയത്ത് ഇവിടെ ബാലൻസ് കൊണ്ടുവരുന്നു. ഓക്കെ, അവിടെ ഒരു സമാധാനവും സ്നേഹവും കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ തേർഡ് പാർട്ടി ശ്രമിക്കുന്നു. ഓക്കെ, ഇവിടെ ബാലൻസ് കറക്റ്റായി ലഭിക്കുകയും ഇവിടെ സ്ട്രെങ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഒരു പിൻബലം ആയിട്ട് നിങ്ങളുടെ തേർഡ് പാർട്ടി നിന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് കൂടുതൽ അട്രാക്ഷൻ തേർഡ് പാർട്ടിയിലേക്ക് തോന്നിയതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ സ്നേഹം കൂടി വന്നപ്പോഴത്തേക്ക് അവിടെ പൊസസീവ് കൂടിയപ്പോൾ നിങ്ങൾക്ക് പരാതി വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് പരാതി വന്നു. ആ പരാതിയെ മറ്റ് ചില വ്യക്തികൾ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം, നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. ഹിഡൻ, ആരോടും പറയാതെ അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തരണം, നിങ്ങളെ സമാധാനത്തോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അന്ധകാരങ്ങളും ഈ പ്രശ്നങ്ങളൊക്കെ മാറി സ്നേഹവും സന്തോഷത്തോടും കൂടി ഒരു പ്രകാശത്തിലേക്ക് നിങ്ങളോടൊപ്പം പോയി സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്നുള്ളത് ഹിഡനാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളെ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ വാളും പ്രശ്നങ്ങളും ഈഗോയും എല്ലാം വിട്ട് കളഞ്ഞുകൊണ്ട് ഈ അന്ധകാരത്തിൽ നിന്നും ഈ നെഗറ്റീവ് തോട്ടുകളിൽ നിന്നെല്ലാം മാറി ഒരു സന്തോഷമുള്ള, ഒരു പ്രകാശമുള്ള ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ രഹസ്യമായി തന്നെ അവരുടെ മനസ്സിൽ വെച്ചിരിക്കുന്നു. നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അത് തേർഡ് പാർട്ടിയോടും പറഞ്ഞിട്ടില്ല. തേർഡ് പാർട്ടിയോട് ഇപ്പോഴുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഗോ വിത്ത് ഫ്ലോ ആണ്. അത് സൈലൻ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ്. തേർഡ് പാർട്ടിയോട് ഇപ്പോൾ കാണിക്കുന്ന പ്രണയവും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഒരു ടൈം പാസ് മാത്രമാണ് എന്നുള്ള ഒരു കാര്യം ഇവിടെ ഹിഡൻ ആണ്. ഓക്കെ, ഒരു മജീഷ്യനാണ് നിങ്ങളുടെ പേഴ്സൺ, ഒരു മജീഷ്യനാണ്. കാരണം അവർക്ക് എന്താണോ ആവശ്യം ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ ഒരു മെൻ്റലി ഫിസിക്കലി ഒരു സപ്പോർട്ട് വേണം, അതുകൊണ്ട് മാത്രം തേർഡ് പാർട്ടിയെ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഗോവിത്തൊട്ട് കുഴിയിൽ വീണ് മുന്നോട്ട് പോയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ ആ പോകുന്ന ഒരു പോക്ക്, വലിയ വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല തേർഡ് പാർട്ടി എന്ന് ഇവിടെ അവരുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. മജീഷ്യൻ എന്ന് പറയുന്നത് കൺകെട്ട് വിദ്യയാണ്. മനുഷ്യനെ പറ്റിക്കുക, യാഥാർത്ഥ്യത്തെ മറച്ച് വെച്ച് മറ്റൊന്ന് കാണിക്കുക എന്നാണ് മജീഷ്യൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നത്. അത് തേർഡ് പാർട്ടിക്ക് അറിയത്തില്ല. തേർഡ് പാർട്ടിയെ മറച്ച് വെച്ചുകൊണ്ടാണ് ഇക്കാര്യം ചെയ്യുന്നത്. നിങ്ങളെന്ന് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങളെ ഈ ഇരുട്ടത്തിൽ നിന്നും വെട്ടത്തിലേക്ക് കൊണ്ടുപോകണം, നിങ്ങൾ അവർക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. ഓക്കെ, അടുത്ത നോക്കാം റീയൂണിയൻ സാധ്യമാണോ? നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സാധ്യമാകണോ? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്.
ഫൈവ് ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അവർക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് 9 ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നത്. 9 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാം ശൂന്യമാണ്. ഒക്കെ അവരത്രയ്ക്കും വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സന്തോഷവും അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ സപ്പോർട്ട് ചെയ്യാൻ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും നിങ്ങളും കുട്ടിയും അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലാണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, ഇതാണ് റീയൂണിയൻ സംഭവിക്കുമെന്ന് ഇവിടെ ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ടൊരു റീയൂണിയന് സാധ്യതയുണ്ടോ? തേർഡ് പാർട്ടിയുമായിട്ടൊരു റീയൂണിയന് സാധ്യതയുണ്ടോ? ഇല്ല, തേർഡ് പാർട്ടിയുമായിട്ട് റീയൂണിയന് സാധ്യതയില്ല. മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് തലവേദനയെ ഒഴിവാക്കിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. ഇവിടെ കണ്ണ് കെട്ടിയിരിക്കുന്ന ഒരു അനുഭവം വരുന്നുണ്ട്. അതൊരുപാട് കുരുക്കിലേക്ക് പോകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇഗ്നോർ ചെയ്യുന്ന തേർഡ് പാർട്ടിയെ ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ സന്തോഷത്തിലേക്കും തൻ്റെ പ്രകാശത്തിലേക്കും മാത്രം നോക്കും. തേർഡ് പാർട്ടിയെ മാറ്റി നിർത്തിയിരിക്കുന്നതായി കാണുന്നു. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ തേർഡ് പാർട്ടിയെ തീർച്ചയായിട്ടും ഒഴിവാക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്നത് 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 5 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോയി നിങ്ങളെക്കുറിച്ചുള്ള ഒരു നഷ്ടം ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോഴവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് കയ്യും കോർത്ത് പിടിച്ച് നടക്കുകയാണ്. അത് ഇപ്പോഴും നടക്കുന്നതാണ്. കുറച്ച് മുന്നോട്ടങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ നഷ്ടങ്ങൾ അവർക്ക് വരും. ഓക്കെ, വളരെ നിങ്ങളെ നഷ്ടപ്പെട്ടത് അവർക്ക് വലിയൊരു വിലയായിട്ട് അവർക്ക് മനസ്സിലാകും. അപ്പോൾ തന്നെ അവർക്ക് ഒരു ബോധോദയം ഉണ്ടാകും. അവർക്കൊരു അവയർനെസ് ഉണ്ടാകും. അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് വരണമെന്നും അവർ സ്റ്റക്കാകും. നിങ്ങളുടെ ഓർമ്മയിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തയെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പോലും മാറാതെ അവർ ഡിപ്രഷനിലേക്ക് കടന്നു പോകും. അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ തേർഡ് പാർട്ടിയോടൊപ്പം സന്തോഷിക്കാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നോ അതിലൊന്നും സന്തോഷിക്കാൻ കഴിയാതെ ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള അവരുടെ കൈയും കാലും എല്ലാം കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും. അത്രത്തോളം ഡിപ്രഷനിലേക്ക് അവർ കടന്നു പോകും. ഓക്കെ, അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ ചെയ്തിരുന്നാലും അവർക്ക് തടസ്സങ്ങളായിരിക്കും നേരിടുന്നത്. നിയർ ഫ്യൂച്ചറിൽ അവരുടെ ജീവിതത്തിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന കാര്യമാണ് ഇത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവിടെ നിന്നും വിട്ടു പോകണം, തേർഡ് പാർട്ടിയിൽ നിന്നും ദൂരേക്ക് മാഞ്ഞു പോകണമെന്ന് അവർ ചിന്തിക്കും. ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും തേർഡ് പാർട്ടി വന്നിട്ടുള്ളത്. ആ സാമ്പത്തികമായിട്ടുള്ള കാര്യം തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയിട്ടുള്ളത്. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയിൽ നിന്നും മാറി ഒരു നീതി ലഭിച്ച് മുന്നോട്ട് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കും. കേസോ വഴക്കോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഒന്നുകിൽ കേസോ വഴക്കോ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്താണ്? ഓക്കെ, മജീഷ്യനായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തെ ചൂസ് ചെയ്തു, തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്തു. ഇവിടെ മജീഷ്യനെ കാണാം. ഓക്കെ, ഗോ വിത്ത് ഫ്ലോയിൽ നിങ്ങളുടെ പേഴ്സൺ മജീഷ്യനായിട്ട് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് പോകുന്ന പോക്ക് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പോയതാണ്. ഓക്കെ, ഈ റീസെൻറ്റ് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് തളർത്തി സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ചൂസ് ചെയ്ത് പോയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. നിയർ പാസ്റ്റിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ചീറ്റിംഗ് സംഭവിച്ചു. അത് തന്നെയാണ് ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്തോ കാര്യം ചതിച്ചിരിക്കുന്നതായി കാണുന്നു. തേർഡ് പാർട്ടി എന്തോ കാര്യം ഇവിടെ ചതിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നു. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആരോ ഒരാൾ ചതിച്ചിരിക്കുന്നതായി കാണുന്നു.
അതുകൊണ്ട് തന്നെ ഈ നിയർ പാസ്റ്റിൽ തേർഡ് പാർട്ടിയെ ചതിച്ചു അല്ലെങ്കിൽ തേർഡ് പാർട്ടി അവരെ ചതിച്ചു എന്നുള്ള ചിന്ത അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഇൻറ്റ്യൂഷൻ പവർ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചതിയായിരുന്നു, തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. സോൾ മെസ്സേജ് എന്താണ്? നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നത് എന്താണ്? ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ്. ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് സോള് പറയുന്നത് 2 സിറ്റുവേഷൻ ഉണ്ട്, തേർഡ് പാർട്ടിയും നിങ്ങളും എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ജഗിൾ ചെയ്യുന്നു. ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്വന്തമായിട്ട് ടെൻഷനായിരിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സോളിന് തന്നെ ദേഷ്യം വരുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്ത എന്താണ്? 2 സിറ്റുവേഷനിൽ ഒരുപാട് ഡിപ്രഷൻ ഉണ്ടാക്കുന്നു എന്ന് സോള് പോലും ദേഷ്യപ്പെടുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സോൾ മെസ്സേജ് എന്താണ്? തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സോൾ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങൾക്കൊരു ഓഫർ തരണം, നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ സോള് ആഗ്രഹിക്കുന്നത് തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. ഓക്കെ, എയ്റ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം, ഈ തേർഡ് പാർട്ടിയെ വിട്ടുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരണം എന്നവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും കമ്പയറിങ് ചെയ്തുള്ള എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.